മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് കേട്ടാൽ ഇപ്പം എല്ലാണോ ചിരിക്കും. ഓൾഡ് ട്രാഫോർഡിലെ ലുട്ടാപ്പികളെന്ന് വിളിച്ച് കളിയാക്കും. പക്ഷേ ഈ ചിരിക്കുന്നവന്മാരൊക്കെ ഓൾഡ് ട്രാഫോർഡിലെ ചുവന്ന ചെകുത്താന്മാരുടെ പേര് കേട്ട മുട്ടിലിടിച്ച് മുള്ളുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഭൂതകാല ചരിത്രവും പാരമ്പര്യമൊക്കെ അവകാശപ്പെടാനുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് തന്നെയാണ്. അത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ നല്ല ലോക ക്ലബ്ബ് ഫുട്ബോളിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഡോമിനേഷൻ അത്രമാത്രമുണ്ട്. പക്ഷേ ട്രാൻസ്ഫർ മാർക്കറ്റിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പൈസ വാരി എറിയുന്നുണ്ട്. ക്യാഷ് ഇറങ്ങുന്നതിന് യാതൊരു കുറവുമില്ല. പക്ഷേ ആ ഇറങ്ങുന്ന ക്യാഷിന് ആനുപാതികമായിട്ടുള്ള ഔട്ട്പുട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഏറെ പ്രതീക്ഷകളുമായിട്ട് വളർത്തിയെടുത്ത താരമാണ് മക്ടോമിനി ഇപ്പം 30 മില്യൺ കിട്ടിയ ആർക്ക് വേണമെങ്കിലും കൊടുക്കാമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എത്തിയിട്ടുണ്ടെന്ന് നമ്മുടെ ഫാബ്രിൻസിയോ റൊമനോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ ബയേൺ മ്യൂണിക്കിൻ്റെ 2 പ്രതിരോധ നിര താരങ്ങളെ സ്വന്തമാക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള മാത്യൂസ് ഡിലിറ്റിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൂടാതെ ഫുൾ ബാക്ക് ആയിട്ടുള്ള നൊസർ മസ്രോയിയും സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം കയ്യിലുള്ള താരത്തിനെ 30 മില്യണിന് വിറ്റു തുലയ്ക്കണം. പിന്നെ ബാക്കിയുള്ള ഡിഫെൻസീവ് പ്ലേയേഴ്സിനെ വാങ്ങിച്ചു കൂട്ടണം. ഈ വാങ്ങിച്ച് കൂട്ടുന്നവരെ വമ്പൻ തുക കൊടുത്ത് വാങ്ങിക്കുന്നവരെയൊക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. കഴിഞ്ഞ കുറേ കാലമായിട്ട് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ചെകുത്താന്മാർ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ ഈ ഇടപെടലുകളൊന്നും ഔട്ട്പുട്ടിലേക്ക് എത്തുന്നില്ല എന്നുള്ളതും സങ്കടപ്പെടുത്തുന്ന വസ്തുതയാണ്.